എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പൂരി ആയിട്ടാണ്. പലതരത്തിലുള്ള പൂരി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് ബീട്രൂട്ട് പൂരി, അതുപോലെ തന്നെ ആലു പൂരി, പിന്നെ സാധാരണ പൂരി. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം വെച്ചിട്ടുള്ള പൂരി. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതൊരു കർണാടക റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോന് വേണ്ടിയിട്ട് ഒരു പാർസൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെയിറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഇതൊരു ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ആണ്, ഇതിൻ്റെ പേര് വന്നിട്ട് മാംഗ്ലൂർ ബൺ എന്നാണ്, അപ്പോൾ ഒന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ശരി ഓർഡർ ചെയ്തു. പക്ഷെ പാർസലാണ് വീട്ടിലേക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ വന്ന് കഴിച്ചപ്പോഴും എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ ടേസ്റ്റ് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പില്ലേ, നെയ്യപ്പത്തിന്റെ ടേസ്റ്റ് അതേ വാസനയും, പക്ഷെ സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം, പൂരിയുടെ ടെക്സ്ചറും പക്ഷെ ടേസ്റ്റ് വൈസും വാസനയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ നെയ്യപ്പം. അപ്പോൾ പക്ഷെ നന്ദുവിനും മാവിക്കൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല. ഏലക്കായും അതുപോലെ തന്നെ ക്യൂമിൻ സീഡ്സിന്റെ ഇതൊക്കെ മാറ്റിയിട്ട് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ ഉണ്ടാക്കണം, അതിൽ തൈര് വേണം, ബേക്കിംഗ് പൗഡർ വേണം. അപ്പോൾ അതിനേക്കാളും നല്ലത് സിമ്പിൾ ആയിട്ടുള്ള പൂരി പോലെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ തൈരിന്റെ 3 വേർഷൻ ഓഫ് തൈര് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള പൂരി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പഴം വെച്ചിട്ടുള്ള പൂരി തയ്യാറാക്കാൻ തുടങ്ങാം. റോല് പറഞ്ഞ പോലെ തന്നെ മാംഗ്ലൂർ ബൺ എന്നാ പറയുക. പക്ഷേ മാംഗ്ലൂർ ബണ്ണ് ചെയ്യുമ്പോൾ നമുക്ക് അതിലോട്ട് ബേക്കിംഗ് പൗഡർ വേണം, അതുപോലെ തന്നെ തൈര് വേണം. പക്ഷെ ഞാൻ ആ രീതിയിലല്ല ചെയ്യുന്നത്. മാത്രമല്ല അതൊരു 8 മണിക്കൂറൊക്കെ കുഴച്ച് വെക്കണം. നമ്മൾ സാധാരണ പൂരിക്ക് ഇപ്പോൾ വെള്ളം വെച്ച് കുഴയ്ക്കും, അതിന് പകരമായിട്ട് വെള്ളത്തിന് പകരമായിട്ട് പഴം വെച്ചിട്ട് കുഴയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 നല്ല പഴുത്ത റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം. അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരുപാട് മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ പഴം ഞാൻ നന്നായിട്ടൊരു ചെറിയ ബൗളിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് കുറച്ച് ഏലക്കയുടെ പൗഡറും അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ തൈരും ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഗോതമ്പ് പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. പക്ഷേ ചിലർ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദയാണ് ചേർക്കാറുള്ളത്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി തന്നെയാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അത് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലെണ്ണ പാടില്ല കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്വീറ്റ് ആയിട്ടുള്ള വേർഷനായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള പൂരിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആട്ട, അതായത് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് അത് പതുക്കെ അങ്ങ് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കുഴച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ എത്ര പൊടി വേണം എന്നുള്ള കാര്യം. അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഇടാൻ പാടില്ല. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് പൊടി ഇട്ടിട്ടുണ്ട്. അതിന് തന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ആയതിനു ശേഷം വീണ്ടും പൊടിയിടുക. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഇത് നല്ലൊരു ചപ്പാത്തി പരുവത്തിലങ്ങ് കുഴച്ചെടുക്കാം. ഇത് പൂരി പരുവത്തിൽ വളരെ സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാൻ പാടില്ല. കാരണം നമുക്കൊരു 1/2 മണിക്കൂർ അടച്ചു വെക്കണം. അതിനുശേഷം പരത്തിയാണ് എടുക്കുന്നത്. മറ്റേ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പൂരി പ്രസ്സിൽ വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള മാവായിട്ട് കുഴക്കണം. പഴത്തിൻ്റെ സൈസ് അനുസരിച്ചും ഒക്കെ വ്യത്യാസം വരും കേട്ടോ ഈ നമ്മൾ ചേർക്കുന്ന ആട്ടയുടെ അളവ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര ചേർത്തു എന്ന് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കില്ല അളവ്. നമുക്ക് പതുക്കെ കൈ കൊണ്ടങ്ങ് കുഴയ്ക്കാം. 1 കപ്പും പോരാ, മിക്കവാറും 2 കപ്പ് മാവ് നമുക്ക് വേണ്ടി വരും. ഇത് പഴമായതുകൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതങ്ങ് കുഴച്ചാൽ മതി. മൊത്തത്തിൽ ഞാൻ 2 ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റായിരിക്കും. ഒരു നല്ല ഓണം അല്ലെങ്കിൽ 5-10 മിനിറ്റ് സമയം എടുത്തിട്ട് ഇത് കുഴയ്ക്കണം കേട്ടോ. നമുക്ക് നോക്കുമ്പോൾ പൊടി കൂടുതൽ പോലെ തോന്നും, പക്ഷെ കുഴച്ച് വരുമ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടാണ് കുഴയ്ക്കുന്നത്. കറക്റ്റ് 2 ഗ്ലാസ്സാണ് എനിക്ക് എൻ്റെ പഴത്തിന് കറക്റ്റായിട്ടുണ്ടായിരുന്നു. 2 ഗ്ലാസ് ആട്ട. അപ്പോൾ നിങ്ങൾ പഴം അനുസരിച്ച് അതിൽ മാറ്റം വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഇട്ടതിന് ശേഷം അങ്ങ് കുഴച്ചെടുക്കുക. പിന്നെ നല്ല അത്യാവശ്യം ഇച്ചിരി കട്ടി ഉണ്ടായിരിക്കും. ഒരുപാടങ്ങ് സോഫ്റ്റ് ആവാൻ പാടില്ല, അതേസമയം ഒരുപാടങ്ങ് കട്ടിയും പാടില്ല. ആ ഒരു പരുവത്തിൽ കേട്ടോ. ഇപ്പോൾ നമുക്കിതിന് മുകളിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ അടച്ചു വയ്ക്കാം. അപ്പോൾ 8 മണിക്കൂറൊക്കെ അടച്ചു വെക്കുന്നവരുണ്ട്.
8 മണിക്കൂറൊക്കെയാണ് അവർ അടച്ചു വയ്ക്കുക. ചിലപ്പോൾ രാത്രി നമ്മൾ കുഴച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിത് 2 തവണ ഉണ്ടാക്കി നോക്കി. ആദ്യം തന്നെ ഉണ്ടാക്കിയപ്പോൾ 8 മണിക്കൂർ അടച്ചു വെച്ച് ഉണ്ടാക്കി. അതുപോലെ തന്നെ 2ാമത് തവണ ഉണ്ടാക്കിയപ്പോൾ അരമണിക്കൂർ അടച്ചു വെച്ച് ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് രാവിലേക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാത്രി നന്നായി കുഴച്ച് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് വെക്കാം. രാവിലെ പരത്തി അങ്ങ് പൂരിയാക്കിയാൽ മതിയാവും. ഇതിന് മുകളിൽ ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മളിങ്ങനെ എണ്ണ തടവാൻ പറയുന്നത് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. ഓക്കെ, ഇനി നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ ശേഷം നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചെറുതേ പൂരിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം, അതല്ലെങ്കിൽ വലിയ പൂരിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ പൂരികളായിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ഉരുളകളാക്കി ഉരുട്ടുക. എന്നിട്ട് പാത്രത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുക. കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ പിള്ളേർ വരുന്ന സമയത്ത്, മക്കൾ വരുന്ന സമയത്ത് ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കുള്ളൂ. നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. തണുത്ത് കഴിഞ്ഞത് സോഫ്റ്റായിട്ട് മാറും. എനിക്ക് പൂരി എപ്പോഴും സോഫ്റ്റാണ് ഇഷ്ടം. അതായത് ആ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിരിക്കണം, പക്ഷേ ചൂടാറി കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറി കൂട്ടി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ബാക്കിയുള്ളത് അടച്ച് അവിടെ തന്നെ വെച്ചേക്കാം. ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. ആദ്യമേ തന്നെ ഉണ്ടാക്കി വെക്കണമെന്നൊന്നുമില്ല. എണ്ണ അധികം പിടിക്കില്ല ഈ പൂരി, കാരണം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഉപയോഗിച്ചിട്ടില്ല. ആ പ്യൂരിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് വട്ടത്തിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ചതുരത്തിലും ട്രയാങ്കിൾ ഷേപ്പിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും പരത്തുമ്പോൾ വട്ടത്തിൽ ആക്കാൻ പറ്റിയെന്ന് വരില്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഷേപ്പൊന്നും പ്രശ്നമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ചും കുട്ടികൾക്ക് പല ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് ഷേപ്പിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ 6 ഉരുളകളാക്കിയിട്ടുണ്ട്. നമുക്കിത് അങ്ങ് പരത്തിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് അടച്ചു വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് മാറും നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ട് മാത്രം ആട്ടയിലൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. അതിനുശേഷം പരത്തിയെടുക്കുക. ഒരുപാട് നൈസായിട്ട് അങ്ങ് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മളുടെ പൂരി പ്രസ്സിൽ വെച്ച് പരത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി തിക്കായിട്ടാണ് നമ്മൾ കുഴച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു 3-4 എണ്ണം ഒരുമിച്ച് അങ്ങ് പരത്തിയിട്ട് പിന്നെ അങ്ങ് അപ്പം തന്നെ അങ്ങ് ഓയിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആരെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പരത്താൻ മറ്റാൾ വറുത്തെടുക്കുക. അങ്ങനെ ആയാലും കുഴപ്പമില്ല. ചെറിയ ചെറിയ പൂരികളായിട്ട് ഉണ്ടാക്കിയിരിക്കുക ഏറ്റവും എളുപ്പം. ഇതാ നമ്മൾ 6ാമത്തെ പൂരിയും പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി പൂരി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇനി പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മുങ്ങി കിടക്കാൻ പറ്റുന്നത്ര ഓയിൽ കേട്ടോ. ചൂടാവട്ടെ. ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് വേണം നമുക്കിതിലോട്ട് ഓരോ പൂരിയും വറുത്തെടുക്കാൻ. എണ്ണ ചൂടായിട്ടുണ്ടോ നോക്കുക. ചെറിയ കഷ്ണം മാവ് ഒരുക്കി ഇട്ട് കൊടുത്ത് നോക്കുക. ചൂടായിട്ടുണ്ട്, നന്നായിട്ട് മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെന്നാണ്. ഒരുപാടങ്ങ് ചൂടാകാൻ പാടില്ല, മീഡിയം ചൂടായാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ഓരോ പൂരിയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പൊന്തി വരുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടങ്ങ് വീർത്ത് വരും. ഇതിനൊരു ചെറിയൊരു ഗോൾഡൻ അല്ല ബ്രൗൺ കളർ വരണം. അതാണ് അതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത്. അല്ലാണ്ട് കരിയുന്നതല്ല കേട്ടോ. അത് പഴം ചേർക്കുമ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കളർ വരും. കണ്ടല്ലേ, ഈ ഒരു കളർ വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇച്ചിരി കനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് കനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് വീർത്ത് വരില്ല. അപ്പോൾ ആദ്യത്തെ പൂരി, പഴം വെച്ചിട്ടുള്ള പൂരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സ്ട്രെയിനറിലോട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കിച്ചൺ ടിഷ്യൂലോട്ടോ നമുക്ക് മാറ്റാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത്രേ ഉള്ളൂ പരിപാടി. ഒരുപാട് ചൂട് കൂടി കഴിഞ്ഞ് ഇട്ട വശം തന്നെ അങ്ങ് കരിഞ്ഞ പോലെയാവും. അതേസമയം ഉള്ളിലങ്ങ് കുക്കാവില്ല. മീഡിയം ചൂടാകുമ്പോഴാണ് ഈ ഒരു കളർ വരികയും ചെയ്യുക. ഉള്ളിൽ നന്നായി കുക്കാവും. സമയം ചെറിയ തീയിലിടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വീർത്ത് വരില്ല, ഒരുപാട് എണ്ണ കുടിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കി പൂരിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മുടെ പഴം പൂരി റെഡി ആയിട്ടുണ്ട്. 6 പൂരി നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കളർ കണ്ട് നിങ്ങൾ പേടിക്കരുത്. പഴം ചേർത്തുകൊണ്ടാണ് ഈ കളറ്. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുവരാം. ഞാനിതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് തേങ്ങാ ചട്നിയാണ്. നമ്മുടെ തേങ്ങാ ചട്നി, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന തേങ്ങാ ചട്നി, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. പക്ഷേ അതിനെ കുറച്ച് ലൂസായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി, അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കുറുമ കൂട്ടി കഴിക്കാം, അങ്ങനെ അല്ലെങ്കിൽ സ്റ്റൂ കൂട്ടി കഴിക്കാം. പക്ഷേ ഞങ്ങൾ കഴിച്ച സമയത്ത് അവർ ഇതിൻ്റെ കൂടെ തന്നത് ഈ തേങ്ങാ ചട്നി ആയിരുന്നു. നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവന്നിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല സോഫ്റ്റാണ് കേട്ടോ സംഭവം. ഉള്ളിൽ കണ്ട ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്വീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ സ്വീറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കാം.
ഇതിപ്പോൾ ഒട്ടും സ്വീറ്റ് ഇല്ലാത്ത നല്ല എരിവുള്ള ചട്നിയാണത്. അരെ വാ, അടിപൊളിയുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് ചെറിയൊരു മധുരമുണ്ട്, പഴത്തിൻ്റെ മധുരം, പ്ലസ് എരിവുള്ള നല്ല ചട്നിയും കൂടി ഉണ്ടെങ്കിൽ പൊരിച്ചു കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ടിഫിൻ ബോക്സ് ഐറ്റം കൂടിയാണ് ഈ പൂരി. പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവരോട് പഴം എന്ന് പറയണ്ട, അല്ലാതെ കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഇവിടെ നമ്മൾ കശുവണ്ടി വറക്കാൻ വേണ്ടിയിട്ട് ഇതേ കുട്ടമ്പായി അടപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ചെയ്യാനൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇത് തീയൊക്കെ കത്തിക്കണം, തീയൊക്കെ റെഡിയാക്കട്ടെ, എന്നിട്ട് കാണിക്കാം കേട്ടോ. അങ്ങോട്ട് ഭാവി കൂട്ടാ, നമ്മൾ കശുവണ്ടി വറക്കാൻ പോണു. എന്തായി? പോക പോക പോക.